7 പതിറ്റാണ്ടിലേറെയുള്ള തർക്കത്തിന്റെ രാഷ്ട്രീയമുണ്ട് ചൈനയ്ക്കും തായ്വാനും പറയാൻ. ചൈനയിലെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് 1949 കുമിന്താങ്ങുകൾ തായ്വാനിലേക്ക് നടത്തിയ പലായനം മുതൽ തുടങ്ങുന്നു ഈ സങ്കീർണ രാഷ്ട്രീയ കലാപം. തായ്വാന് സ്വന്തമായി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനയും സർക്കാരും ഉണ്ടെങ്കിലും ഇതിനെ അംഗീകരിക്കാൻ ചൈന തയ്യാറാവുന്നില്ല എന്നതാണ് വലിയ പ്രശ്നം. തായ്വാൻ തങ്ങളുടേതാണ് എന്ന് ചൈനയും തങ്ങൾ പരമാധികാര രാഷ്ട്രമെന്ന തായ്വാനും പ്രഖ്യാപനം നടത്തിയിട്ട് കാലമേറെയായെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ അതിരുവിടുകയാണ്. അസ്വാരസ്യങ്ങളും പ്രകോപനങ്ങളും തുടർക്കഥയായി യുദ്ധമുനമ്പിലാണ് ഇരു രാജ്യങ്ങളും. പല കാരണങ്ങൾ പറഞ്ഞ് തായ്വാൻ പ്രതിരോധ മേഖലകളിൽ ചൈന തുടർച്ചയായി സൈനിക അഭ്യാസവും ആയുധ പരിശീലനവും നടത്തുന്നു. അതോടൊപ്പം തന്നെ അനധികൃതമായി ചൈനീസ് പൗരന്മാർ പ്രവേശിക്കുവാനും ശ്രമിക്കുന്നു. അത്തരത്തിൽ ഇപ്പോൾ 23 ചൈനീസ് പൗരന്മാർ അനധികൃതമായി തായ്വാനിലേക്ക് പ്രവേശിച്ചതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ജൂൺ മുതൽ ഈ സംഭവം നടക്കുന്നുണ്ട്. ഓഷ്യൻ അഫയേഴ്സ് കൗൺസിൽ മന്ത്രിയായ കുവാൻ ബിലിംഗ് ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 23 പേരിൽ 2 പേർ രക്ഷപ്പെട്ടുവെന്നും കഴിഞ്ഞ ദിവസം നിയമനിർമ്മാതാക്കളെ അറിയിച്ചതായി തായ്വാൻ ന്യൂസ് വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കോസ്റ്റ് ഗാർഡ് ഭരണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന മന്ത്രി കുവാൻ ചൈനീസ് പൗരന്മാർ ശരിയായ രേഖകളില്ലാതെയാണ് തായ്വാനിൽ എത്തിയതെന്നും പറയുന്നു. അങ്ങനെ ഇത്തരത്തിൽ എത്തിയതിന്റെ 4 സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ 2 സംഭവങ്ങളിലായി 21 പേരെ തായ്വാൻ കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്തു. മറ്റ് 2 കേസുകളിൽ വ്യക്തികളെ പിടികൂടാൻ സാധിച്ചില്ല എന്നും അവർ വ്യക്തമാക്കി. ഡ്രോൺ ഉപയോഗം ഉൾപ്പെടെ കടലിലും ആകാശത്തും നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് മന്ത്രാലയം മറ്റ് സർക്കാർ വകുപ്പുകളിലുമായി ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു. ഈ ശ്രമത്തിന് കാര്യമായ ധനസഹായം ആവശ്യമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ ജൂണിൽ സ്പീഡ് ബോട്ടിൽ തംസുയി നദിയിൽ അനധികൃതമായി പ്രവേശിച്ചത് മുൻ ചൈനീസ് നേവി ഉദ്യോഗസ്ഥനെ തായ്വാൻ കോടതി ബുധനാഴ്ച 8 മാസത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു. ഇതേപോലെ മറ്റൊരു ചൈനക്കാരൻ നിങ്ബോയിൽ നിന്ന് ബോട്ടിൽ യാത്ര ചെയ്ത് തായ്വാനിലെ ലിങ്കൌവിലെത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ പിടികൂടിയതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരുന്നു. കൂടാതെ തായ്വാനിലേക്ക് അനധികൃതമായി പ്രവേശിച്ചതിന് 60കാരനായ മുൻ ചൈനീസ് നേവി ഉദ്യോഗസ്ഥനായ റുവാനെ കഴിഞ്ഞ ദിവസം 8 മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു. ചൈനീസ് പ്രവിശ്യയായ ഫുജിയാനിൽ നിന്ന് ജൂൺ 9 സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്ത റുവാൻ 12 മണിക്കൂറിന് ശേഷം ന്യൂ തായ്പോയിൽ എത്തുകയായിരുന്നുവെന്ന് പിന്നീട് വൃത്തങ്ങൾ പറയുന്നു. റുവാൻ മുൻപ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയിൽ ക്യാപ്റ്റനായി സേവനം അനുഷ്ഠിച്ചിരുന്നതായി തായ്വാനിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തി. തായ്വാൻ ഏരിയയിലും മെയ്ലാൻഡ് ഏരിയയിലും ആളുകൾ തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കുന്ന നിയമത്തിന്റെ ആർട്ടിക്കിൾ 10 അനുസരിച്ച് മെയ്ലാൻഡ് ഏരിയയിൽ നിന്നുള്ള ഒരു വ്യക്തിക്കും യോഗ്യതയുള്ള അധികാരികളുടെ അനുമതിയില്ലാതെ തായ്വാൻ ഏരിയയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നതാണ്. അനുവാദമില്ലാതെ തായ്വാനിലേക്ക് പ്രവേശിക്കുന്ന ആർക്കും 5 വർഷം വരെ തടവും കൂടാതെ അല്ലെങ്കിൽ 5 ലക്ഷം തായ്വാൻ ഡോളർ വരെ പിഴയും ലഭിക്കുമെന്ന് എമിഗ്രേഷൻ ആക്ട് ഉദ്ധരിച്ച് മെയ്ലാൻഡ് അഫയേഴ്സ് കൗൺസിൽ പ്രസ്താവിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.